നിങ്ങൾ ഈ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹി പോലീസ് ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്ത ഫേക്ക് ഫുഡ് പ്രോഡക്ട്സ് ആണ്. അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ ഇവന്മാർ ഫാക്ടറി ഉണ്ടാക്കി അതിൽ ആ ബില്ല് ഓൾറെഡി ഉള്ള എക്സ്പയറി ഡേറ്റിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് കഴിഞ്ഞ് ബില്ലൊക്കെ കീറി കളഞ്ഞിട്ട് പുതിയതടിച്ചിട്ട് മാർക്കറ്റിൽ റീസെയിൽ ചെയ്യുകയാണ്. ഇതൊന്നും അറിയാതെ നമ്മുടെ കുട്ടികൾക്കോ അല്ലെ നമ്മൾ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് കുടിക്കുന്നവർ ശ്രദ്ധിക്കുക. അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇവന്മാർ പല സ്റ്റേറ്റുകളിലോട്ടും ഈ ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. സോ കേരളത്തിൽ നിലവിൽ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ എല്ലാവരും നമ്മുടെ കേരള പോലീസിനും ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിക്കും ടാഗ് ചെയ്യുക. ഒരു അന്വേഷണം എന്തായാലും വേണം. കാര്യം നമുക്കറിയില്ല, നമ്മൾ നിസ്സാരമായിട്ട് ദാഹിക്കുമ്പോൾ മേടിച്ച് കുടിക്കുന്ന ഒരു കോൾ ഡ്രിങ്ക്സ് ആയിരിക്കും ചിലപ്പോൾ ഫേക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനം ഇവന്മാർ റീബില്ല് ചെയ്ത്, അതായത് പുതിയ ഡേറ്റ് മാനുഫാക്ചർ ചെയ്ത് ഫാക്ടറിയിൽ നിന്ന് ഇറക്കി വിടുന്നത്. പ്രത്യേകിച്ച് ബംഗാളികൾ നടത്തുന്ന ഫാക്ടറീസ്, അതുപോലെ തന്നെ ബംഗാളികൾ കൂടുതലുള്ള സ്ഥലങ്ങൾ, പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ അവന്മാർ നടത്തുന്ന കടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ പരിപാടി. അതിലൊരു മെയിൻ ഫാക്ടറി ഇവന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഡൽഹി പോലീസ് 3 ദിവസം മുമ്പാണ് ഇവന്മാരെ അറസ്റ്റ് ചെയ്തത്. കേരള പോലീസും കേരള ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഡിപ്പാർട്ട്മെന്റും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു വാർത്ത ഞാൻ പറഞ്ഞു നിലവിൽ വന്നിട്ടില്ല, പക്ഷേ ശ്രദ്ധിക്കുക, അന്വേഷിക്കുക. ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് അതിനെ തടയാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ ബേസിക്കലി എല്ലാവരും ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ കൂൾ ഡ്രിങ്ക്സ് മേടിച്ച് കൊടുക്കുമ്പോൾ പോലും ഡേറ്റ് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഡേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണ് പുതിയ ഡേറ്റ് വെച്ചിട്ട് ഇവന്മാർ അടിച്ച് മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നത്. അങ്ങനെ വരെ കള്ളത്തരം നടക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. സോ ശ്രദ്ധിക്കുക എല്ലാവരും. മാക്സിമം ഈ വീഡിയോ ടാഗ് ചെയ്യുക പോലീസിനും കേരള പോലീസിനും ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിക്കും. ഓക്കെ, ബൈ.